ഗ്രേറ്റ് ചെയ്തിട്ട് പുഡിംഗ് ആക്കുകയാണ്. സോ ഇത് ഈ ഇളക്കുന്ന കാണുമ്പം ഭയങ്കര സില്ലി ആയിട്ട് തോന്നുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് എടുത്ത് നോക്കിയായിരുന്നു. അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇത് എത്ര നേരത്തെ പ്രോസസ്സാണ്? അരമണിക്കൂർ എടുക്കും. ഇതിലിപ്പം എത്ര കേക്കിനുള്ളത് ഏകദേശം ഇതിനകത്തുണ്ടാവും? 100 കേക്കിനുള്ള ക്യാരറ്റാണ് ഇപ്പം ഇവിടെ പുഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഷുഗറും ഗീയും എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ അടിയിൽ പിടിക്കുമായിരിക്കും അല്ലേ? ഡ്രൈ ആവണം. സോ ആ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം. സോ ഇനി ഈ പുഡിങ്ങിന്റെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് എന്താണ്? ബീറ്റിംഗ് മെഷീനിലേക്ക് ഇടും. സോ നമുക്ക് ഇനിയിപ്പോൾ അതൊന്ന് കണ്ടാലോ? സോ പുഡിംഗ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രോസസ് ആണ് ബീറ്റിംഗ് അല്ലേ? ഇതിൽ നമ്മൾ പുഡിംഗ് കഴിഞ്ഞിട്ടുള്ള ക്യാരറ്റും ഡേറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എത്ര നേരത്തെ ഒരു പ്രോസസ്? 5 മിനിറ്റ്സ് ബീറ്റ് ചെയ്യണം. സോ ഇത് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ ഷുഗർ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഗീ, പിന്നെ നട്ട്സ്, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഹണി, പ്യുവർ ഹണി, അങ്ങനെ ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കണം. എല്ലാം ഇതിനകത്ത് തന്നെ നമ്മൾ ചെയ്യും. അവസാനമാണ് നമ്മൾ മൈദ ആഡ് ചെയ്യുന്നത്, ഫ്ലവർ. സോ ഈ ബീറ്റിംഗിനകത്ത് നമ്മൾ ബാക്കി ഓൾറെഡി നമ്മൾ ഷുഗറും ഗീയും ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ എക്സ്ട്രാ ചെയ്യേണ്ടതെല്ലാം ഇതിൽ നമ്മൾ ചെയ്യും. ഈവൻ മൈദ ആഡ് ചെയ്യുന്നതും ഈ ഒരു പ്രോസസ്സിനാണ്. അതിനുശേഷം നമ്മൾ കണ്ടെയ്നറിലേക്ക് പാക്ക്. ഓക്കെ. സോ ഇനി ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു 15 മിനിറ്റ് മെഷീനിലേക്ക് ബേക്ക് ചെയ്യണം. ഓക്കെ. ബേക്കിംഗ് മെഷീൻ കാണിക്കാൻ മതി. എന്നാൽ പിന്നെ ബേക്കിംഗ് മെഷീനിലേക്ക് നമുക്ക് പോവാം. ബേക്കിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത്. യൂഷ്വലി നമ്മൾ കാണുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. സോ ഇതൊരു ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ കാണുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ ബീറ്റിംഗ് കഴിഞ്ഞിട്ട്? നമ്മൾ ബീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇതുപോലെ കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യുന്ന ശേഷം നമ്മൾ ട്രോളിയിലേക്ക് ലോഡ് ചെയ്യും. ലോഡ് ചെയ്ത ട്രോളി തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇതിലേക്ക് ലോഡ് ചെയ്യും. സോ ഇത് എത്ര ടൈമിൽ പ്രോസസ്സാണ്? 50 to 60 മിനിറ്റ് ആണ്. 50 to 60 മിനിറ്റ്സ് ബേക്ക് ചെയ്യാനായിട്ട് ടൈം എടുക്കും. ഓക്കെ. സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂളിംഗ്. ഓക്കെ. പിന്നെ പാക്കിംഗ് ആയിട്ട് പോവാണ്. സോ ഓൾറെഡി ഒരു ബാച്ചിൻ്റെ ബേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സോ അത് ഒന്ന് കാണിച്ചു തരാനായിട്ട് പോവാണ്. എന്തായാലും ഇവിടെ നിന്ന് മാറി നിൽക്കാം. നല്ല ചൂട് ഇവിടെ വരുന്നുണ്ട്.